ഗുഡ് മോർണിംഗ്. ഇന്ന് മുക്കമ്പള്ളിയിലെ പെരുന്നാളാണ്, അങ്ങോട്ട് പോവുക. ഉമ്മി ടാറ്റ പറഞ്ഞ് ഹായ് പറഞ്ഞ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയാ, ഞങ്ങളുടെ പള്ളി ഇരേറെ പള്ളിയാ, എന്റെ പള്ളിയിലെ പെരുന്നാൾ. ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ സെയിന്റ് ജേക്കബ്സിന്റെ പെരുന്നാളാണ്. സെയിന്റ് ജേക്കബിന്റെ പെരുന്നാളാണ് ഇന്ന്. നമ്മളൊന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇന്നലെ പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. എനിക്കിത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അവിടുത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഇനി കാണാം. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എന്ത് പറഞ്ഞാലും എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ലേറ്റാവും. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഓൾറെഡി കുർബാന തുടങ്ങി കാണും. അങ്ങനെ ഇപ്പോൾ പോവുകയാണ്. ഞങ്ങളെ നടത്തേണ്ട തോന്നും. ഞങ്ങൾ വളരെ നേരത്തെ റെഡിയായി പള്ളിയിലോട്ട് ഇറങ്ങിയെന്ന്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. പിന്നെ എനിക്കിപ്പോൾ വയറുള്ളതുകൊണ്ട് അധികം സ്പീഡിൽ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. തിരിച്ചു വരുമ്പം അതെടുത്ത് തറയിട്ട് ചവിട്ടിപ്പൊട്ടിക്കണം. നമുക്ക് ആ വഴി പോകണ്ടേ കേട്ടോ. തിരിച്ചു വരുമ്പോ ഇനി വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. പള്ളിയുടെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതലായി. ഇപ്പം നമ്മുടെ പാരിഷ് ഹോളിലാണ് കുർബാനയൊക്കെ കൂടുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ആ പള്ളിയുടെ ആ ഒരു ഫീല് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പള്ളി അവിടുത്തെ കായലിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും ഒരു ആത്മീയതയും ശരിക്കും നല്ല രസമായിരുന്നു പണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി. ഇപ്പോൾ ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നു. നടന്ന് ക്ഷീണിച്ച് പകുതി പോലും എത്തില്ല. ഞായറാഴ്ചകളിൽ ഒട്ടുമിക്ക ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഇറച്ചിയായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇറച്ചി വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ മമ്മി എത്ര വേണമെന്നൊക്കെ പറയുകയാണ്. സാധാരണ നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് പോകും. പക്ഷേ ഇന്നിപ്പം പെരുന്നാൾ കുർബാന ആയതുകൊണ്ട് ഉച്ച കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വന്ന് വാങ്ങണം. ശേഷം ഞങ്ങളെ പള്ളിയിലാക്കിയിട്ടിനി തിരിച്ച് വന്ന് അത് വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം പള്ളിയിലോട്ട് വരാൻ. പിന്നെ നമ്മുടെ കുരിശടിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം ഈ കുരിശടി പാസ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് പള്ളിയിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി കുർബാന തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ശേഷം ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഇനി തിരിച്ചു പോയി ഇറച്ചി വാങ്ങി വീട്ടിലെത്തിച്ചിട്ട് വേണം ഇനി പള്ളിയിലോട്ട് വരാനായിട്ട്.
ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ ഒരു നാളിൽ പിരിയാത്ത എൻ സ്നേഹമേ ആ രൂപം കൊണ്ടുപോകുന്നതൊക്കെയാണ് കണ്ടത്. അവർ കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ കുരിശടിയിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൊടി അഴിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം നല്ലതല്ലേ? കിരീടം വെച്ചേ, കിരീടം. അയ്യോ,
തമാശക്കാരൻ. പപ്പ പിന്നെ ഞാന്. പക്ഷെ അത് പരിഷ്കാരമാക്കിയത് ഞാനാ. നിങ്ങളെല്ലാം വീട്ടിലല്ലേ നിൽക്കുന്നത്, ഞാൻ ഷോർട്സ് കൊണ്ട് പുറത്തിറങ്ങി കണ്ട ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തരെ ഇറങ്ങി നിൽക്കുന്നത് എന്ത് സാധനം. അങ്ങനെ പള്ളിയിലൊക്കെ പോയി ക്ഷീണിച്ച് വിശന്ന് അവശയായി. നിനക്ക് എപ്പോഴാ വിശക്കാത്തത്? എനിക്ക് എപ്പോഴും വിശക്കും, എനിക്കിപ്പം കഴിക്കണം. അങ്ങനെ പെരുന്നാളൊക്കെ തീർന്നു. പിന്നെ ഇന്നലെ നമ്മുടെ മുക്കം പള്ളിയിലെ പ്രദക്ഷിണമായിരുന്നു. ആ പ്രദക്ഷിണവും പിന്നെ രാത്രി അവിടുത്തെ ലൈറ്റിൻ്റെയും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പ്രതിഫലം